ഹായ് ഗായ്സ്, ഞങ്ങൾ പോവുകയാണ്. നമ്മളിന്ന് പോകുന്നത് സുന്ദരിയോ അയക്കണ? ഓക്കെ, നമ്മളെവിടെ പോവാ? ടൂർ പോവാ. ഇതെന്താ? മന്തി വെക്കണത് തണുത്ത സാധനം എന്താ? ഫുഡ്. എന്ത് ഫുഡ്? ജാക്ക് ഫ്രൂട്ട്. കുറേ ആയില്ലേ നമ്മളൊരു വീഡിയോ കണ്ടിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഉപ്പാൻ്റെ വീട്ടുകാരാട്ടോ എല്ലാവരും കൂടി ട്രിപ്പ് പോവാട്ടോ. കക്കടം പോയി പോകണേ. അപ്പം ഞങ്ങൾ തറവാട്ടിലെല്ലാവരും കൂടി ഒന്ന് ഗെറ്റ് ടുഗദറായി വന്ന് എല്ലാവരും കൂടി പോകാനുള്ള റെഡിയായി നിൽക്കണേ. ഇത് അമ്മായിൻ്റെ ഭാഗം മാങ്ങയും ഉപ്പും മിക്സ് ചെയ്ത് അച്ചാർ ഉണ്ടാക്കട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡി ആവാൻ വേണ്ട എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങോട്ട് വീട്ടിൽ പോകുന്നതാട്ടോ. അങ്ങോട്ട് തറവാട്ടിക്ക് വന്നേ. ഇത് അമ്മായിൻ്റെ സ്പെഷ്യലാണ്. ഇത് എന്തൊക്കെ ഇട്ടേ? ഇതില് ഉപ്പ്, മുളക്, വെളിച്ചെണ്ണ, പഞ്ചസാര. ഞങ്ങളവിടെ മുന്നേ തന്നെ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തതാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാ കംപ്ലീറ്റ് ഫാമിലിയും പിന്നെ ഒരു ട്രാവലർ ബുക്ക് ചെയ്തേനെ. അപ്പോൾ അതിൽ പോവാട്ടോ. ഞങ്ങൾ ചെക്ക് ഇൻ ടൈം ഒരു 2 o'clock ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു കേട്ടോ ചെക്ക് ഇൻ ടൈം. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് റെഡിയായി. വീട്ടിൽ നിന്ന് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളൊരു 1 മണി ആയിക്കണേ. അപ്പോൾ 1 hour കൊണ്ട് എത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ബസ് കയറി പാട്ടും ഡാൻസും. ബസ് കയറിയാൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എൻ്റെ ഉപ്പാൻ്റെ വീട്ടുകാർക്ക് എന്താ പറയുക, ഞങ്ങൾ വലിയ മൂത്ത ആൾക്കാർ തന്നെ പറയട്ടോ, അവർക്ക് പാട്ട് കണ്ടാലും എന്തേലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും പിന്നെ അന്തണ്ടാവില്ല എന്ന് പറയും. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും നല്ല ലാവിഷായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ ഞാനും എല്ലാവരും കൂടിയിട്ട് എല്ലാ ഫാമിലീസും ഉണ്ടായിരുന്നേ. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചില്ലായി പോയിന്ന് കേട്ടോ. എന്ത് കളിക്കാറിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കളിക്കുകയെ. പിന്നെ അമ്മായി എല്ലാവരും കൂടി ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ പാട്ട് പാടുന്നവരുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും വെച്ച് കണ്ടൊക്കെ പാട്ടാടിയിട്ട് എൻ്റെ മോളും പാടിയിട്ടോ. ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിട്ട് കേട്ടോ 2 മണിക്ക് ചെക്ക് ഇൻ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ തേരാപ്പാര നടക്കണം. എന്താ അറിയോ, ഞങ്ങൾക്ക് വഴി തെറ്റി. എവിടെയാണ് ഇത് എന്നുള്ളത് ഒരു ഐഡിയ ഒരാൾക്കും ഇല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ലൊക്കേഷൻ ഇട്ടിട്ടില്ല എന്നല്ലേ. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ ഇട്ട് വന്നതാട്ടോ. പക്ഷെ എന്നിട്ടും വഴി തെറ്റിച്ചു. അപ്പം പിന്നെ ഞങ്ങൾ നേരെ എത്തിട്ടോ. അവിടെ എത്തിയത് 4 മണിക്കാട്ട് എത്തിയത്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. കോഡിലിയ എന്നാണ്. എന്താ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി പറയാം. അപ്പോൾ ഇതാണ് ആംബിയൻസ്. എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഒരു ആവറേജ് പറയാൻ പറ്റുള്ളൂ കേട്ടോ. വല്ലാതെ ഓക്കെ ആയിട്ടില്ലേ. ഞങ്ങൾക്ക് അവിടെ ഒരു 4 ഡോർമെറ്ററി എന്നിട്ട് തന്നീന്ന്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കിടന്നു കേട്ടോ. പക്ഷെ കിടന്നിട്ടൊന്നുമില്ല. ഇതുപോലെ പാട്ടും ഞങ്ങൾ കിടന്നത് തന്നെ എപ്പോഴാ വെച്ചാൽ വലിയ ഉമ്മമാരും മൂത്താപ്പി എല്ലാവരും കിടന്നിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഞങ്ങളൊരു ഏജിലുള്ളൊരു ഗ്യാങ് ഉണ്ട്. ഞങ്ങളവിടെ ഭയങ്കര പാട്ടും സെറ്റൊക്കെ ആയിട്ട് ചെയ്തിട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ക്യാമ്പ് ഫയർ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് പാളിപ്പോയിട്ടോ. കുറേ ഒന്ന് നോക്കി. ഞങ്ങളൊരു 12 മണിക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷേ 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു എന്നിട്ട് ഒന്നും ഓക്കെ ആയില്ല കേട്ടോ. ഇതൊക്കെ മൂത്താപ്പാൻ്റെ മക്കളാണേ. പക്ഷെ കുറേ ഒന്ന് നോക്കിയതാണ്, പക്ഷെ ഒന്നും റെഡി ആയില്ല. പക്ഷെ ആ ടൈമിൽ ഞങ്ങൾ എന്താ വെച്ചിട്ട് ഞങ്ങൾ നല്ല പാട്ടും ഓരോരോ അന്താക്ഷരിയൊക്കെ വെച്ച് കളിച്ച് അങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ ചെയ്തിട്ടോ. ലാസ്റ്റ് അവരെന്താ വെച്ചാൽ പെട്രോള് കൊടുന്നിരുന്നേ. അത് വെച്ച് കത്തിച്ച് നോക്കുക, എന്നാൽ പിന്നെ വേഗം കത്തിക്കോളുമല്ലോ എന്നുള്ള രീതിയിൽ അത് ചെയ്ത് നോക്കി. പക്ഷെ എന്നിട്ടും ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. ലാസ്റ്റ് ഇത് കണ്ടോ, അതുപോലെ കുറേ പുക വന്നു. എന്നിട്ടും പിന്നെ ഞങ്ങൾ തോറ്റിട്ടില്ല കേട്ടോ. ഞങ്ങൾ എന്നിട്ടും പിന്നെയും കുറേ ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഒരു പുറത്ത് പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊടുന്നേ. ചൂടാന്നുള്ള രീതിയിൽ നമുക്ക് ചുട്ട് കഴിക്കല്ലോ. എന്തായാലും ഇപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പാട്ടും അവിടെ പിന്നെ നമ്മളെ ക്യാമ്പ് ഫയർ കത്തലും ചുടലും എല്ലാവരും കൂടി ആയിട്ട് ഇങ്ങനെ ഓക്കെ ആയിട്ട് ഇങ്ങനെ പോയേ. ചിക്കൻ മസാല എടുത്തിയതിൻ്റെ ആപ്പാൻ്റെ മോനാട്ടോ. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു നിൽക്കണം. ഞാനൊരു ദിവസം വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലും കുറേ ഇറങ്ങിട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ ഇതൊക്കെ പാളിപ്പോയത് മഴ പെയ്തു കേട്ടോ അവിടെ. പക്ഷെ മഴ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. പൂളിലായിരുന്നു കേട്ടോ എൻജോയ് ചെയ്ത്. ഭയങ്കര മഴയാണ്, നല്ല മഴയായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഭയങ്കരമായിട്ട് നനവ് വന്നു. നമ്മളെ കത്തിക്കണ മരങ്ങളൊക്കെ ഭയങ്കര നനവ് വന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ. ഇനി ലാസ്റ്റായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തരാം കേട്ടോ, എല്ലാവരും കൂടി ഉള്ളത്.